ഗൈസ്, നമ്മളുടെ വിദേശ നിര സീരീസിൻ്റെ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളുടെ മൊത്തത്തിലുള്ള സ്ക്വാഡ് അനാലിസിസ് എന്നുള്ളതിൽ ഞാൻ സംശയിക്കുന്നു. കാരണം പ്രതികരണങ്ങളും അല്ലെങ്കിൽ എന്താ അത്ര വ്യൂവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയ കുറവുണ്ട്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇതിപ്പം ISLും തുടങ്ങി, ഇനിയിപ്പം 6-7 ക്ലബ്സിൻ്റെയും ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 3 ക്ലബ്സിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ് സംസാരിച്ച് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സും മറ്റ് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകാമെന്നുള്ളത്. കാരണം നമ്മൾ ഓരോ ദിവസം മാക്സിമം 3 വീഡിയോസൊക്കെ വരെയാണ് മാക്സിമം ചെയ്യാറുള്ളത്. അപ്പം അതിൽ കൂടുതൽ ഇനിയിപ്പം എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കൺസേണും ഉണ്ട്. പിന്നെ നമ്മൾ മറ്റ് കണ്ടൻസും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ള ഡൗട്ടും ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 3 ക്ലബ്ബുകൾ, അതായത് ബംഗളൂരു FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആൻഡ് പഞ്ചാബ് FC എന്നീ ടീമുകളെ പറ്റിയിട്ടാണ് അവരുടെ സീസണിലെ എക്സ്പെക്റ്റേഷൻസ് മറ്റ് ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബംഗളൂരു FCയിലേക്ക് വരുമ്പോഴത്തേക്കും 10ാം സ്ഥാനത്തായിരുന്നു അവർ കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്തത്. അത്ര ഒരു മികച്ച സീസൺ അല്ലായിരുന്നു എന്നുള്ളത് തന്നെ പറയാം. ബംഗളൂരു FCയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് വെച്ച് അവരുടെ കോച്ചിനെ സാക്ക് ചെയ്തു. പകരം വന്നിട്ടുള്ള ജെറാർഡ് സറഗോസയാണ്, സ്പാനിഷ് പരിശീലകനാണ് ഇത്തവണ അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത്. അവരുടെ 4 വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടുപോയിരുന്നു. അതുപോലെ ചില ഇന്ത്യൻ താരങ്ങളൊക്കെ, പ്രത്യേകിച്ച് രോഹിത് കുമാർ, ശങ്കർ സംഭങ്ങി രാജിനെ പോലെയുള്ള താരങ്ങളൊക്കെ ക്ലബ്ബ് വിടുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ ചില അഡീഷൻസ് നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും മുംബൈ സിറ്റി FCയിൽ നിന്ന് നടത്തിയിട്ടുള്ള 3 താരങ്ങളാണ്. രാഹുൽ ബേക്കെ, ജോർജ് ഡയാസ് പെരേര, ആൽബർട്ടോ നെഗ്വേറ എന്നീ പറയുന്ന മിഡ്ഫീൽഡിൽ നിന്നും ഫോർവേഡിൽ നിന്നും അതുപോലെ തന്നെ ഡിഫൻസിൽ നിന്നും താരങ്ങളെ എത്തിച്ചു. അതൊരു നല്ല അഡീഷനായിട്ട് തന്നെയാണ് പറയേണ്ടത്. ഒപ്പം തന്നെ നല്ല കുറച്ച് സെറ്റ് ഓഫ് വിദേശ താരങ്ങളെയും അവർക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. പിന്നെ മറ്റ് ചില റിക്രൂട്ട്മെൻറ്റ്സുകളും അവർ ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൽ, അതായത് സമ്മർ ട്രാൻസ്ഫർ നടത്തിയെന്നുള്ളതാണ്. ഇവിടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് സ്ട്രെങ്ത് നോക്കുമ്പോൾ അവരുടെ ഡിഫൻസ് തന്നെയാണ് ഒരു മികച്ച ഡിഫൻസീവ് നിര തന്നെയുണ്ട്. ഇപ്പം ഒരേ ഒരു വിദേശ സെൻട്രൽ ബാക്ക് ഉള്ളെങ്കിലും ഇപ്പോൾ സെൻട്രൽ ബാക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിംഗ്ലൻസന ആൻഡ് രാഹുൽ ബേക്കെ പോലെ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ്, അതുപോലെ റൈറ്റ് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്യാൽ ബൂട്ടിയ, നിഖിൽ പൂജാരി, അതുപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് നോക്കിക്കഴിയുന്ന സമയത്ത് റോഷൻ സിംഗ്, മുഹമ്മദ് സല, പിന്നെ റോഷനാണെങ്കിൽ 2 വിങ്ങും കളിക്കാൻ കഴിയുന്നവരാണ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഡിഫൻസീവ് നിര എന്നുള്ളത് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അവരുടെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് വിങ്ങിലും സെൻട്രൽ ഫോർവേഡിലോട്ട് കളിക്കുന്ന പ്ലേയേഴ്സും മികച്ചതാണ്. ഇപ്പം ജോർജ് ഡയാസ് പെരേര, അതുപോലെ എഗ്ജർ, റയാൻ വില്യംസ്, സുനിൽ ഛേത്രി, ശിവശക്തി, രോഹിത് ദാനു, അങ്ങനെ മികച്ച ഒരു നിരയുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അവരുടെ അറ്റാക്കിംഗ് ഓപ്ഷനിൽ. എന്നാൽ അവരുടെ ഒരു വീക്ക്നെസ്സസ് ഓർ കൺസേൺസ് എന്ന ലെവലിൽ പറയുമ്പോൾ ആദ്യത്തേത് അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടോ എന്നുള്ള ഡൗട്ടാണ്. ഇപ്പം ഹർഷ് പാത്രയെ പറയാം, പക്ഷേ അദ്ദേഹം അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഇച്ചിരി യങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, ഒരു DM കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ ഇപ്പം അവർക്ക് പാർദോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് DM ആയിട്ട് കളിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹം ബേസിക്കലി ഒരു സെൻട്രൽ മിഡ്ഫീൽഡായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അവിടെ അത്രത്തോളം അദ്ദേഹം ആ ഒരു അഡാപ്റ്റ് ചെയ്ത് വർക്കാകുമോ എന്നുള്ള ഡൗട്ടാണ്. നൊഗ്വേറ ആണെങ്കിലും നമുക്കറിയാം CM AM ഒക്കെ കളിക്കുന്ന പ്ലെയറാണ്. അപ്പം അത് എങ്ങനെ അവർ മാച്ച് ചെയ്യും എന്നുള്ളത് നോക്കണം. കാരണം കെസിയ വേൻഡ്രോപ്പും രോഹിത് കുമാറും ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് സീസണിലൊക്കെ നോക്കി. ആ 2 താരങ്ങൾ പോയിട്ടും അവർക്ക് പറ്റിയിട്ടുള്ളൊരു റീപ്ലേസ്മെൻ്റ് ആണോ നടന്നിട്ടുള്ളതെന്നുള്ളൊരു കൺസേൺ തന്നെയാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരിശീലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ വലിയ ട്രോഫീസ് ഒന്നും നേടുന്ന പരിശീലനമല്ല. ഞാൻ നോക്കിയിട്ട് അദ്ദേഹം കരിയറിൽ ഇതേ ട്രോഫീസ് സ്വന്തമാക്കിയില്ല. BFC നമുക്കറിയാമല്ലോ, അവർ നിരന്തരം ട്രോഫീസ് നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയുള്ള ക്ലബ്ബാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്ലബ്ബിൽ അവർക്ക് എങ്ങനെ ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ടാക്ടിക്കലി എങ്ങനെ ബ്രില്യൻ്റ് ആവുന്നു എന്നൊക്കെ ഉള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 6ൽ ഒരു സ്ഥാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് സീസൺ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. അതായത് ഒരു സ്ഥാനം കൂടെ മുകളിലോട്ട് വന്നിരുന്നെങ്കിൽ അവർക്ക് പ്ലേ ഓഫിൽ എത്താമായിരുന്നു. എന്താണെങ്കിലും ആ കോച്ചിനെ എന്താണെങ്കിലും അവർ നിലനിർത്തി, യോൻ പെഡ്രോ ബനാലി. പിന്നെ അവരുടെ വിദേശ താരങ്ങൾ, സുപ്രധാന വിദേശ താരങ്ങൾ, 4 വിദേശ താരങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. 2 പുതിയ സ്ട്രൈക്കേഴ്സിന് മാത്രമാണ് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ചില മേജർ സൈനിങ്സ് എന്ന് പറഞ്ഞപ്പോൾ മായക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവന്നതാണ്. അദ്ദേഹം ഒരു കീ പ്ലെയർ ആയിരുന്നു ലാസ്റ്റ് സീസൺ ശ്രീനിധിയിൽ. ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്ന ലെവലിൽ കളിക്കുന്ന പ്ലെയറാണ്. ഇത്തവണ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെയൊക്കെ വരാൻ സാധ്യതയുള്ള പ്ലെയറാണ്. അപ്പം ഇത്തവണ അവർ ഒരു പ്രതീക്ഷ എന്ന് വെച്ചപ്പോൾ ഡുറൻ കപ്പ് വിൻ ചെയ്തിട്ട് വരുന്നൊരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, അതുപോലെ പെഡ്രോ ബനാലി എന്ന് പറയുന്ന കോച്ചും ടീമും ഒക്കെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിന് റിസൾട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ഇനി അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നോക്കുന്ന സമയത്ത് ഇൻ പേപ്പറിൽ അങ്ങനെ ഒരു ഗ്രേറ്റ് സ്ക്വാഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും, പക്ഷേ നിലവിൽ ഫോമിൽ കളിക്കുന്ന കുറച്ചധികം പ്ലേയേഴ്സ് അവരുടെ ഉണ്ട്. ഇപ്പം 6 വിദേശ താരങ്ങളും നന്നായിട്ട് തന്നെയാണ് ഡുറൻ കപ്പിൽ കളിച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഇപ്പോൾ ജിതിൻ എംഎസ്, പാർദിക് ഗൊഗോയ്, തോയ് സിംഗ്, അഷീർ, മായക്കണ്ണൻ, റെഡിൻ തലാങ്, അങ്ങനെ ഒരു പിടി മികച്ച
താരങ്ങൾ മികച്ച ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ യുവാൻ പെഡ്രോ ബനാലി എന്ന് പറയുന്ന ഒരു കോച്ച്, അദ്ദേഹം നല്ലൊരു ടാക്ടീഷ്യനാണ്. അദ്ദേഹം ഡുറൻ കപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ടാക്ടിക്കൽ ബ്രില്യൻസ്, എസ്പെഷ്യലി ആ ഫൈനലിലൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ISL എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ടീം സ്പിരിറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു 2021-22 സീസണിൽ ഇവാൻ്റെ KBFCയുടെ ഒരു ടീം സ്പിരിറ്റ് അതിന് സമാനമായിട്ട് അത് അവർക്കൊക്കെ തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും അവർക്ക് ഈ സീസണിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അവരുടെ വീക്ക്നെസ് നോക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് എനിക്ക് അവരുടെ ഒരു സെൻട്രൽ ബാക്കിൽ ഓപ്ഷൻസ്, ഇപ്പം ഒരു ഇന്ത്യൻ സെൻട്രൽ ബാക്കും കൂടി ഒരു നല്ല അഡീഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് തോന്നി. കാരണം പ്രത്യേകിച്ച് ഗൗരവ് ബോറയൊക്കെ പോയ സ്ഥാനത്ത് അവിടേക്കൊരു നല്ലൊരു അഡീഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട്ഫുള്ളാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടീമിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡെപ്ത് വൈസ് നോക്കുമ്പോഴത്തേക്കും അത്ര മികച്ചതല്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളായിരുന്നു. കാരണം കൂടുതലും യങ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പം അവരൊക്കെ എങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും? കാരണം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു ആവശ്യകതയുണ്ട്. അപ്പം ബാക്കപ്പ് ഓപ്ഷനിൽ വരുന്നത് കൂടുതൽ ഈ പറഞ്ഞ പോലെ അക്കാഡമിക് ആയിട്ടുള്ള വരുന്ന പ്ലേയേഴ്സൊക്കെയാണ്. അപ്പം അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്നുള്ളത് ഞാനിതൊരു വീക്ക്നെസ് ആയിട്ട് പറയുന്നില്ല, അതൊരു കൺസേൺ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. എന്താണെങ്കിലും എന്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 6 ഫൈറ്റ് ചെയ്യപ്പെടും, ഉറപ്പുണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് ഒരു ഫൈറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു ടീം തന്നെയായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളതാണ്. ഈ പഞ്ചാബിലേക്ക് വരുമ്പോഴത്തേക്കും പനാജിയോട്ടിസ് ഡെലിംബറിസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പരിശീലകനാണ് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഓർക്ക് ISL ഫസ്റ്റ് ഫേസിൽ ഇതിനേക്കാൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഹൈദരാബാദിനൊക്കെ തൊട്ട് മുകളിൽ മാത്രം നിന്നെടുത്ത് നിന്ന് അവർ സെക്കൻഡ് ഫേസ് നന്നായിട്ട് കളിച്ചു, അവർക്ക് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആ കോച്ച് പോയി, പ്ലേയേഴ്സ് വിദേശ താരങ്ങൾ ഇപ്പോൾ ലൂക്ക മാച്ച് മാത്രമാണ് നിലനിൽക്കുന്നത്, പുതിയ വിദേശ താരങ്ങളൊക്കെയാണ് വന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർ വിദേശ നിരയിലൊക്കെ കുറച്ചും കൂടി ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ഔട്ട് ഗോയിങ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർ വന്നിട്ടുള്ള നല്ല പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിഹാൽ സുധീഷും രാഗേഷും രണ്ടുപേരും KBC എന്നാണ് വരുന്നത്. പിന്നീട് നിങ്ദോയി, വിനീത് റായി, മുഹിത് സാബർ, പ്രിൻസ്റ്റൺ റബല്ലോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല താരങ്ങളെ അവർക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ താരങ്ങളാണെങ്കിലും നല്ല പ്രൊഫൈലുള്ള താരങ്ങളെ തന്നെയാണ് അവർ എത്തിച്ചിട്ടുള്ളത്. ഇനി അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഒരു പ്രധാന സ്ട്രെങ്ത് തന്നെയാണ്. കാരണം വിദേശികൾ 4 വിദേശികളുടെ പേര് തന്നെ പറയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളായിട്ട് പറയുകയാണെങ്കിലും നിങ്ദോയി, നിഹാൽ തുടങ്ങി ലിയോണയൊക്കെ പോലത്തെ താരങ്ങളുള്ളത് പ്രധാന സ്ട്രെങ്ത് തന്നെയാണ്. പിന്നെ ഹോൾഡിംഗ് മിഡ്ഫീൽഡിലെ ഇന്ത്യൻ താരങ്ങൾ മികച്ച താരങ്ങളാണുള്ളത്. ഇപ്പം നിഖിൽ പ്രഭു ഉണ്ട്, വിനീത് റായ് ഉണ്ട്, പ്രിൻസ്റ്റൺ റബല്ലോ ഉണ്ട്, കിപ്ജൻ ഉണ്ട്, അങ്ങനെ മികച്ച താരങ്ങൾ, റിക്കി ഷബോങ്ങിനെ പോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം വിദേശി എന്ന നിലയിൽ ഫിലിപ്പും കൂടി ചേരുന്നതോടുകൂടി ഒരു മികച്ച ഹോൾഡ് മിഡ്ഫീൽഡിൻ്റെ നിരയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വീക്ക്നെസ് ആയിട്ട് പറയേണ്ട അവരുടെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ. ഇപ്പം രവികുമാറാണ് ഒരു പ്രധാന ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം എത്രത്തോളം തിളങ്ങുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. പിന്നെ വരുന്ന പ്ലെയർ മുഹിത് സാബറാണ്. മുഹിത് സാബറാണെങ്കിലും ലാസ്റ്റ് സീസണിൽ I ലീഗിലെ ബെസ്റ്റ് ഗോൾ കീപ്പറായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ റിയൽ കാശ്മീരിലാണ് കളിച്ചത്. റിയൽ കാശ്മീരിൽ ഒരു സ്റ്റോപ്പർ എന്ന നിലയിൽ അദ്ദേഹം മികച്ചതാണ്. പക്ഷേ ഒരു സിസ്റ്റത്തിലൊക്കെ വന്ന് കളിക്കുമ്പോൾ അത് എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നോക്കി കാണണം. പിന്നെ സെൻട്രൽ ബാക്കിൽ ആകെ ഒരു വിദേശ ഓപ്ഷൻ മാത്രമാണുള്ളത്. സോ അദ്ദേഹത്തിന് അവൈലബിലിറ്റി പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെയാകുമെന്നുള്ളത് ഒരു കൺസേൺ എന്ന നിലയിൽ പറയാം. ഇനി ഇവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കുമ്പോൾ ടോപ്പ് 6 ഫൈറ്റ് ചെയ്യപ്പെടുന്നൊരു ടീമാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടോപ്പ് 6 ഉറപ്പിക്കുക എന്നുള്ളതല്ല. കാരണം ഞാനിപ്പോൾ ഓരോ ടീമിനെ പറയുമ്പോൾ മിക്കവരുടെയും ടോപ്പ് 6 ഫൈറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചില ടീമുകളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ടോപ്പ് 6 ഉറപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. കാരണം കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാലോ അവസാനത്തെ ഒരു റൗണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ടോപ്പ് 6 ഏതാണ്ട് ഹൈദരാബാദ് ഒഴികെയുള്ള എല്ലാ ക്ലബ്ബുകളും ഫൈറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഫൈറ്റ് കൊടുക്കാൻ ഈ പറയുന്ന പോലെ പിന്നെ ലാസ്റ്റ് വരുന്ന ക്ലബ്ബുകൾ മാത്രമല്ല മറ്റ് ക്ലബ്ബുകൾക്കും കൊടുക്കാൻ പറ്റും. പക്ഷേ ടോപ്പ് 6 ഉറപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സ്കോഡും അതിനുള്ളൊരു ഡെപ്തും ഉണ്ട് എന്നുള്ളതാണ്. ഇത് പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ പരിഗണിച്ചാണ്. അതുകൊണ്ടാണ് ചിലപ്പം ഒരു 10 ടീമുകൾ വരെയൊക്കെ നമ്മൾ ടോപ്പ് 6 ഒരു ഫൈറ്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണെന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഞാൻ പഞ്ചാബ് FC ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ച് അവർക്ക് പുതിയൊരു പരിശീലകനാണ്. അവർ അത്ഭുതങ്ങൾ കാട്ടാനുള്ള മികവൊക്കെ ഉണ്ട്. അത് ഡുറൻ കപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഡുറൻ കപ്പല്ല ISL എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു 3 ക്ലബ്ബുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനി.